പത്തനംതിട്ട കോന്നി കല്ലേലി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം ഏറെ നേരം ആനക്കൂട്ടം ഭീതി പടർത്തിയെന്ന് പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അതിൻ്റെ ഈ വാർത്തയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. AV ജയശങ്കർ കൂടി നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ വല്ലാതെ ഭീതി ഉണ്ടാക്കിയോ ജനങ്ങളിൽ ഈ കാട്ടാനക്കൂട്ടം? ഈ ആനകളുടെ വരവ്, കാട്ടാനകളുടെ വരവ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഭീതിയാണ് കുറേ നാളുകളായി സമ്മാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 കൂടിയാണ് ഈ കല്ലേലി എസ്റ്റേറ്റ് പരിസരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വലിയ തോതിൽ കാട്ടിൽ നിന്ന് കൂട്ടമായൊരു ആനക്കൂട്ടമാണ് ഈ ജനവാസ മേഖലയ്ക്ക് സമീപം വന്നത്. ഈ ആനകൾ പ്രദേശത്ത് ഏറെ നേരം നിലയുറപ്പിച്ചു. ജനവാസ മേഖലയാണിത്. നിരവധി ഈ ലയത്തിൽ നിരവധി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർ പല സമയങ്ങളിൽ തൊഴിലിന് പോകുന്ന ആളുകളാണ്. ഇവർക്ക് ഈ കാട്ടാനക്കൂട്ടം നിരന്തരമായി ഇത്തരത്തിൽ പ്രദേശത്ത് ഇറങ്ങുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ വനം വകുപ്പ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും നിരന്തരമായി കാട്ടാനകൾ പ്രദേശത്ത് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജീവന് പോലും വലിയ ആപത്തുണ്ടാകുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും വനം വകുപ്പ് മുമ്പ് പറഞ്ഞിരുന്നത് വേനൽക്കാലത്ത് കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മൺസൂൺ കാലഘട്ടമാണ്. ആ കാട്ടിൽ പുല്ലുൾപ്പെടെ വലിയ തോതിൽ പൊട്ടിമുളച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ അപ്പോൾ പോലും ആനകൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു. കൃത്യമായൊരു പരിഹാരം കാണാൻ വനം വകുപ്പിന് സാധിക്കുന്നില്ല. എന്തായാലും ഈ കല്ലേലി എസ്റ്റേറ്റ് പരിസരത്ത് ഇന്ന് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ആരെയും ആക്രമിച്ചിട്ടില്ല. ഈ ആന ഇറങ്ങിയത് മൂലം പ്രദേശത്ത് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം. അവർക്ക് അവരുടെ ജീവൻ ആശങ്കയുണ്ട്. സാധാരണ മനുഷ്യരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. അവർ അന്നന്ന് ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണ തോട്ടം തൊഴിലാളികളാണ്. ഇവരെ സംബന്ധിച്ച് ശ്രീരാജ് CCയും പറയുന്നു ഒരു കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിലാണെന്ന് തോന്നുന്നു. ലാൻഡിംഗ് പേജ് ഉള്ളത് കൊണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ 24 കിട്ടുന്നില്ല. അങ്ങനെ ആക്കി തരാമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ 19 കേരള വിഷനിൽ 24 ലഭിക്കുന്ന നമ്പർ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരു ഏത് ചാനലിലാണ് നിങ്ങൾ വന്നെന്നാൽ നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ച് 19 അടിച്ചു മാറ്റാവുന്നേ ഉള്ളൂ. 24 തന്നെ തുടരുക. ഇതൊക്കെ ചില്ലറ വെല്ലുവിളികളൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ കടന്നു ചാടും. ഇതിലും വലിയ പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒരേ കളർ പാറ്റേണിൽ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രമങ്ങളെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കുടുംബം പോലെ ചെറുത്തു തോൽപ്പിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ.